എല്ലാവരും പറഞ്ഞ പോലെ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പല്ല, ആ ഷിപ്പിലെ ഒരാളാണ്. എന്തായാലും ഒരു സിനിമ സംഭവിക്കണമെങ്കിൽ ആ വാക്ക് തന്നെയാണ് ഞാൻ എടുത്തു പറയുന്നത്, സിനിമ സംഭവിക്കുക. സിനിമ ആരും ചെയ്യുകയല്ല, കാരണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന സിനിമ ഇവിടെ ആരും ചെയ്യാറില്ല. അതുകൊണ്ടാണ് എന്തായാലും ഇങ്ങനൊരു ഫംഗ്ഷൻ ഇവിടെ നടത്താൻ സാധിച്ചു. അതിന് വളരെയേറെ സന്തോഷത്തോടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം എല്ലാവരും പറയുന്നത് ഒരുപാട് ഗ്യാപ്പിന് ശേഷമാണ് ഒരു സിനിമ ഇവിടെ വന്നിരിക്കുന്നത്. ആ സിനിമ എല്ലാവരും കാണണം. അപ്പോൾ അതിന് മുമ്പ് പറയാനുള്ള ഒരു വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ദിലീപേട്ടനെ കുറിച്ച് തന്നെയാണ്. കാരണം നമ്മുടെ ഈ ഫംഗ്ഷന് നമ്മൾ ഏറ്റവും ആഗ്രഹിച്ച പോലെ തന്നെ ദിലീപേട്ടൻ ഇതിൻ്റെ ട്രെയിലർ ലോഞ്ചിന് വേണ്ടി ഇവിടെ എത്തി. അപ്പം അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം പലപ്പോഴും നമ്മൾ സിനിമയുടെ ലൊക്കേഷനുകൾ ദിലീപേട്ടനെ കാണാൻ പോകുമ്പോൾ അദ്ദേഹം തന്നിട്ടുള്ള ഒരു എനർജി, അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൂടെ ആയാലും പെരുമാറ്റത്തിലൂടെ ആയാലും അദ്ദേഹം തന്നിട്ടുള്ള ഒരു എനർജിയാണ് പലപ്പോഴും നമ്മളെ പിടിച്ചു നിൽക്കാൻ വേണ്ടി. അതെനിക്ക് മാത്രമല്ല, ഇവിടെ ഒരുപാട് പേർക്ക് അനുഭവമുള്ള കാര്യമാണ്. ആ എനർജിയിൽ കൂടെ തന്നെയാണ് ഞാൻ സഞ്ചരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ഫംഗ്ഷന് ദിലീപേട്ടൻ വന്നതിൽ ഞാൻ ഒരുപാട് പേഴ്സണലി തന്നെ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ എനിക്ക് മാനസികമായിട്ട് പേഴ്സണലി വളരെയധികം ബന്ധമുള്ളവരാണ്. ഒരു ഒഫീഷ്യൽ ബന്ധത്തിനപ്പുറത്തേക്ക് ബന്ധമുള്ളവരാണ്. അപ്പോൾ എല്ലാവരും വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ICU എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച്, ഈ സിനിമ ഞങ്ങളുടെ ഈ പറഞ്ഞ മാതിരി ഇതിൻ്റെ റൈറ്റർ സന്തോഷിൻ്റെ അടുത്ത് വന്ന് സബ്ജക്റ്റ് പറയുമ്പോൾ തന്നെ ഒരുപാട് സബ്ജക്റ്റുകൾ ഇതിനിടയ്ക്ക് കേൾക്കുകയും സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന സമയത്ത് തന്നെ സന്തോഷ് സബ്ജക്റ്റ് പറയുമ്പോൾ അതിൻ്റെ ഒരു കോർ എലമെന്റ് സിനിമ സ്ക്രീനിൽ വരാൻ പറ്റുന്നതാണ്, എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണെന്ന് തോന്നിയപ്പോഴാണ് ഞാനത് ചെയ്യാമെന്ന് ആഗ്രഹിച്ചത്. അതെന്തായാലും അതിൻ്റെ പ്രൊഡ്യൂസർ ചെയ്യും അതിനുവേണ്ടി ഒരുപാട് അധ്വാനിച്ചു. ഞങ്ങളെല്ലാവരും കൂടെ കൂട്ടായി നിന്ന് അത് സംഭവിപ്പിച്ച് ഇവിടെ വരെ എത്തിയിരിക്കുകയാണ്. ഇനി 27-ാം തീയതി പടം റിലീസാണ്, അതെല്ലാവരും കാണണം. അത് കാണുമ്പോൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു സിനിമ അല്ലെങ്കിൽ ഒരു സിനിമക്കാരൻ്റെ ജീവിതം എന്ന് പറയുന്നത് പ്രേക്ഷകർ എടുക്കുന്ന ഒരു ടിക്കറ്റിൽ നിന്നാണ്. പ്രേക്ഷകർ എടുക്കുന്ന ഓരോ ടിക്കറ്റും ഓരോ സിനിമക്കാരുടെയും ജീവിതം തീരുമാനിക്കുന്നു. അവർക്ക് മീഡിയ സുഹൃത്തുക്കളോട് പ്രേക്ഷകരോട് പറയാനുള്ളത്, എല്ലാവരും സിനിമ കാണണം, വിജയിപ്പിക്കണം. അപ്പോൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. അതിനുശേഷം ഈ ICU എന്ന് പറയുന്ന ഈ 3 അക്ഷരങ്ങൾ എന്താണ് അതിൻ്റെ പിന്നിൽ? താന്തോന്നിയിലെ 3 അക്ഷരം തന്നെയാണ്. താന്തോന്നി എന്ന് പറയുന്ന സിനിമ നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അസോസിയേറ്റ് ആയിട്ട് കുറേ കാലം വർക്ക് ചെയ്ത് പൃഥ്വിരാജിൻ്റെ സിനിമകളിലൊക്കെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനുമായിട്ടുള്ള ബന്ധം, ആ ബന്ധത്തിൽ ഞാനൊരു ഡേറ്റ് ചോദിച്ചു, അദ്ദേഹം തരാൻ തയ്യാറായി. അതുകൊണ്ട് ഞാൻ ഇന്നൊരു സംവിധായകനായിട്ട് അവിടെ നിൽക്കുന്നു. അങ്ങനെയാണ് ആ സിനിമ സംഭവിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇപ്പം എനിക്ക് ഇന്റർവ്യൂലൊക്കെ എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത്രയും ഗ്യാപ്പ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഗ്യാപ്പില്ല. കാരണം ഞാൻ സിനിമയുടെ പുറകെ തന്നെയാണ്. സിനിമ സംഭവിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, സിനിമ സംഭവിക്കുകയാണ് ചെയ്യുക. നമ്മൾ ഒരുപാട് കഥകൾ കേൾക്കും, ഒരുപാട് കഥ ചെയ്യാൻ ആഗ്രഹിക്കും. അതെല്ലാം നടക്കണമെന്നില്ല. അപ്പോൾ നടക്കുന്ന സിനിമ ഇപ്പോൾ ICU തന്നെ ഞാൻ കേട്ട കഥകളിലൊന്നാണ്. അത് എന്നിലേക്ക് സംഭവിക്കുന്നു, എന്നിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചു, അത് സംഭവിച്ചിരിക്കുന്നു. അല്ലാതെ എനിക്കൊരു ഗ്യാപ്പ് ഉണ്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. താങ്ക് യു സോ മച്ച്. ഇത് സന്തോഷ് എന്നോട് കഥ പറഞ്ഞതിൻ്റെ ഇത് വെച്ച് കണക്ട് ആയി പോയതാണ്. സോറി. ജോർജ് ഏട്ടൻ്റെ ഒരു ജോർജ് വർഗീസ് 2.0 ആണോ? അതായത് ഒരു മാസ് എന്റർടൈനറിന് ശേഷം ഒരു ഹൈ വോൾട്ടേജ് ത്രില്ലർ? അങ്ങനെയല്ല, അത് ഒരു തുടർച്ചയാണ്. ഇനിയും തുടർന്നു കൊണ്ടുപോകട്ടെ ഈ ഒരു യാത്ര, സിനിമാ യാത്ര. നിറഞ്ഞ കൈയടികളോടെ ജോർജ് വർഗീസ്. എനിക്ക് തോന്നുന്നു കട്ടപ്പനയിലെ ഋതിക് റോഷൻ എന്ന് പറയുന്ന സിനിമ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന് പറയുന്ന പടത്തിലേക്ക് ഒരൊറ്റ സീനേ ഉള്ളൂ, ഒരു തല്ലുന്ന ഒരു സീനുണ്ട്. ആ സീന് വേണ്ടി എന്നെ വിളിച്ചത് ദിലീപേട്ടനാണ്. ആ സീൻ കണ്ടതിന് ശേഷമാണ് റാഫി സാർ പിന്നെ റോൾ മോഡലിലേക്ക് വിളിക്കുകയും ബോംബ് കഥ സംഭവിക്കുകയും അങ്ങനെ കണക്ട് ചെയ്താണ് എൻ്റെ അഭിനയ പരിപാടികളൊക്കെ തുടങ്ങുന്നത്. സൗണ്ട് ഇത്തിരി പ്രശ്നമുണ്ട്. പക്ഷെ ഇതിനൊന്നുമല്ല ഞാനിപ്പോൾ നന്ദി പറയാൻ പോകുന്നത്. ഞാൻ ഇവിടെ ഇത്ര നേരം ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഓടിപ്പോയിട്ട് ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദിലീപേട്ടൻ മഞ്ഞനും ഇവിടെ റെഡി ആവണമെന്ന് പറഞ്ഞിട്ട് റെഡി ആയിക്കൊണ്ടിരുന്നപ്പോഴാണ് ദിലീപേട്ടൻ വന്നത്. നേരെ ചാടി ഞാൻ വന്നു. ഞാൻ വന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ ദിലീപേട്ടൻ എന്നോട് ചെവി പറഞ്ഞു, എടാ ഇത്രയും മീഡിയക്കാർ നിൽക്കണേണ്, സൂക്ഷിച്ച് ഞാൻ സിപ്പ് ഇട്ടിട്ടില്ല എന്നുള്ളത്. എൻ്റെ മാനം രക്ഷിച്ചതിന് മരണം വരെ ഞാൻ നന്ദിയുള്ളവരായിരിക്കും. അതാണ് എനിക്ക് ബാക്കിയൊക്കെ വിട്ട് ഞാൻ ദിലീപേട്ടൻ ചെയ്ത എല്ലാ കാര്യം വിട്ട്. ഇതാണ് എനിക്ക് എൻ്റെ, കാരണം അത്രയും മീഡിയ ഉണ്ടായിരുന്നു. അവന്മാരെ പങ്കെടു വന്നപ്പോൾ നേരെ മകളെ
പിന്നെ ഇവിടെ എത്തിയിരിക്കുന്ന എൻ്റെ വേദിയിൽ മുമ്പിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ മീഡിയാസ്, എൻ്റെ കൂട്ടുകാർ, എല്ലാവരും വലിയൊരു നന്ദി അറിയിക്കുകയാണ്. ഈ സിനിമ എന്നോട് ജോൺ കുട്ടി ചേട്ടനാണ്, നമ്മുടെ ജോണി ആൻ്റണി ചേട്ടനാണ് ആദ്യമായിട്ട് കേൾക്കണം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ തിയേറ്ററിൽ അന്നൊക്കെ ടി വിയിൽ വരുമോ, ഈ മുഖം ടി വിയിൽ വരുമോ എന്ന് പോലും വിചാരിക്കാത്ത കാലഘട്ടത്താണ് ഞാൻ താന്തോന്നി എന്ന് പറഞ്ഞ പടം കാണുന്നത്. പിന്നീട് അതേ സംവിധായകൻ്റെ ഒരു പടം ഞാൻ അഭിനയിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അപ്പോൾ ജോർജ് ചേട്ടൻ എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ ആദ്യത്തെ ആകർഷണം. പിന്നെ സന്തോഷ് ചേട്ടൻ്റെ ശക്തമായിട്ടുള്ളൊരു തിരക്കഥ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സസ്പെൻസ് ത്രില്ലർ ആകുമ്പോൾ കാണുന്ന പ്രേക്ഷകനും എപ്പോഴും അവൻ്റെ ഒരു ബുദ്ധി ഉപയോഗിക്കും. ഈ റൈറ്ററിൻ്റെ മുകളിൽ ഒരു ബുദ്ധി ഉപയോഗിച്ചിട്ടായിരിക്കും പ്രേക്ഷകൻ കാണുന്നത്. കാരണം അവൻ കുറച്ചും കൂടി എന്താ പറയുന്നത്, കുറച്ചും കൂടി ബുദ്ധിയുള്ളവരാണെന്ന് സ്വയം വിലയിരുത്താൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അതങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ല. നമ്മളുടെ ചിന്തയിലില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ത്രില്ലർ മൂഡിലൂടെയാണ് ഈ സിനിമ കടന്നുപോയത്. അപ്പോൾ ഇതൊരു നല്ല മികച്ച ത്രില്ലർ സിനിമയായിരിക്കുമെന്ന് ഉറപ്പ് തന്നുകൊണ്ട് വീണ്ടും എല്ലാവർക്കും നന്ദി. ദിലീപേട്ട വീണ്ടും നന്ദി. ഹലോ, ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസം എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണ്. അതിന് വന്ന് അനുഗ്രഹിച്ച് ഞങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്ത ദിലീപ് സാറിന് വളരെയധികം നന്ദി. സാറിനെ ഇങ്ങനെ കാണാൻ പറ്റുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഡയറക്ടറായ ജോർജ് സാറിന് ഒരുപാട് നന്ദി. പിന്നെ ഇത് എഴുതിയ സന്തോഷ് സാർ, താങ്ക് യു സോ മച്ച്. എല്ലാം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തെല്ലാം ശരിയാക്കിയ ഷിബു ചേട്ടന് നന്ദി. പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സായ ജെയിൻ സർ ആൻഡ് വിനോദ് സർ, താങ്ക് യു സോ മച്ച്. നിങ്ങളെല്ലാവരും കാരണമാണ് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയത്. എന്നെ ചൂസ് ചെയ്ത ജോർജ് സാറിന് വളരെയധികം നന്ദി. സോ ആൻഡ് ദ കാസ്റ്റ് ആൻഡ് ക്രൂ, ബാബുരാജ് സർ, മുരളി ഗോപി സർ, ബിപിൻ ചേട്ടൻ, താങ്ക് യു സോ മച്ച്. ICU എന്ന് പറഞ്ഞാൽ വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രില്ലറാണ്. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. ഇവിടെ എത്തിയിരിക്കുന്ന മീഡിയ പ്രവർത്തകരെ, സിനിമയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ നാട്ടുകാരനും സുഹൃത്തുമായ ശ്രീ ദിലീപാണ് ഇന്നത്തെ ഈ പരിപാടിയുടെ ഈ മുഹൂർത്തം ധന്യമാക്കിയതിൻ്റെ മെയിൻ അട്രാക്ഷൻ. ഈ സിനിമ ഇപ്പോൾ ഇവർ പറഞ്ഞ പോലെ താൻ തോന്നി കഴിഞ്ഞിട്ട് ശ്രീ ജോർജിൻ്റെ സിനിമ, അദ്ദേഹത്തിൻ്റെ ഈ സിനിമയുടെ കഥ സന്തോഷ് പറയുമ്പോഴുള്ള ഒരു മൂഡ് ഈ സിനിമയിൽ നിലനിർത്താനായിട്ട് ഇവർ വളരെയധികം മത്സരിച്ച് പ്രവർത്തിച്ച ആൾക്കാരാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 2 കാലഘട്ടമാണ് ഈ സിനിമയിൽ ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്. അതും അത് അവരുദ്ദേശിച്ച രീതിയിൽ തന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങാൻ, ലേറ്റായാലൊന്നും ഒരു കാര്യമില്ല. കാരണം കഥയിൽ അവർ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇനിയും ലേറ്റായാലും ഒരിക്കലും അത് പറയില്ല എന്നുള്ളതാണ് അതിൻ്റെ സാരാംശം. എന്തായാലും ഒരു ചെറിയ വിഷമം മാത്രമേ നമുക്കുള്ളൂ. കാരണം ഈ ഒരു നൊയമ്പ് കാലഘട്ടത്തിൽ ഇറങ്ങുന്നത് കൊണ്ട് ഒരു വിഭാഗം ആളുകൾക്ക് ഇത് കാണാൻ, റിലീസിൻ്റെ ഒന്ന് കാണാൻ സാധിക്കില്ലല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ നമുക്കുള്ളൂ. എങ്കിലും അതും നല്ലതിന് വേണ്ടി എന്ന് നമുക്ക്, കാരണം സിനിമ നന്നായിട്ട് പോയാൽ നൊയമ്പ് കഴിഞ്ഞും ഈ സിനിമ തിയേറ്ററിലുണ്ടാവും എന്നും നമ്മൾ ഒരു ഭാഗത്ത് ചിന്തിക്കുന്നു. എന്തായാലും കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷമൊക്കെ നൊയമ്പിന് കണ്ടമാനം ഹിറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഇതും അങ്ങനെ ഒരു ഹിറ്റാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറഞ്ഞ ഷിബു കുറ്റിമൂട്, ഇപ്പോഴാണ് ഇരുട്ടത്ത് കണ്ടത്, ഈ സിനിമയ്ക്ക് വേണ്ടി അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച, അതിൻ്റെ പല കയറ്റവർഗങ്ങളിലെല്ലാം ഉണ്ടായ ആളുകളുണ്ട്. അവസാനം ഈ സിനിമ തിയേറ്ററിൽ വന്ന് ഇത് ഇറങ്ങാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. എന്തായാലും നമുക്ക് ഇനി ഇതിൻ്റെ ഒരു റിസൾട്ട് നല്ലതായി എന്ന് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം. മീഡിയ പ്രിയപ്പെട്ട ദിലീപ്, വളരെ പ്രതീക്ഷയോടെയാണ് ഒരു 2 വർഷം മുമ്പ്
ഈ സിനിമയോടൊപ്പം നിന്നത്. ഷിബു സുശീലനാണ് എന്നെ ഈ സിനിമയിലേക്ക് ക്ഷണിച്ചത്. മലയാള സിനിമ ഓരോ ആഴ്ചയും പുതിയ പുതിയ കണ്ടന്റുകൾ സിനിമയാവുകയും അത് ലോകം മുഴുവൻ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതിൻ്റെ സന്തോഷമുണ്ട്. നമ്മുടെ നമ്മളുടെ ഉള്ളിലുള്ള മലയാളത്തിലെ മറ്റ് സിനിമകൾ ഇപ്പോൾ ഈ വരുന്ന മാസങ്ങളിൽ, വരുന്ന ആഴ്ചകൾ, ഒരാഴ്ചയിൽ ഇറങ്ങുന്ന സിനിമയുടെ ലിസ്റ്റ് കണ്ടാൽ വീഡിയോ. അപ്പം അതിനിടയിൽ വലിയ വലിയ സിനിമകളുടെ ഇടയിൽ നമ്മുടെ ഈ കൊച്ചു സിനിമയും കണ്ടന്റിൻ്റെ ബലത്തിൽ മാത്രമാണ് നമ്മൾ, ആ ആത്മവിശ്വാസത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ മീഡിയ സഹകരിക്കണം, ഈ സിനിമയെക്കുറിച്ചും ഉറക്കെ വിളിച്ചു പറയണം, പ്രേക്ഷകർ എല്ലാം തിയേറ്ററിൽ ഈ സിനിമ കാണണം. അങ്ങനെ ഈ സിനിമ വലിയ വിജയമാകണമെന്ന് എല്ലാവരെയും പോലെ ഞാനും ആഗ്രഹിക്കുന്നു. നന്ദി. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ നമസ്കാരം. ഒരുപാട് കാണാൻ ആഗ്രഹിച്ച, അല്ലെങ്കിൽ കൂടെ അഭിനയിക്കാൻ ഒരുപാട് ആഗ്രഹിച്ച ദിലീപേട്ടൻ ഇന്ന് ആദ്യമായിട്ട് ഞാൻ നേരിട്ട് കണ്ടു. ദിലീപേട്ട അത്രയ്ക്ക് ഇഷ്ടമായിട്ടാണ് നമുക്ക്. പിന്നെ നല്ലൊരു പടത്തിൻ്റെ ഭാഗമാക്കിയ ജോർജ് സാറിനും അതുപോലെ തന്നെ ജയൻ പോൾ സാറ്, സന്തോഷ് ചേട്ടൻ, എല്ലാവരോടും എൻ്റെ സ്നേഹം ഞാൻ അറിയിക്കുന്നു. പിന്നെ നമ്മളെ കൂടെ അഭിനയിച്ച ബിപിൻ, അതുപോലെ ബാബുവേട്ടൻ, ശ്രീകാന്തേട്ടൻ, എല്ലാവരോടും, നമ്മളെ നായിക, എല്ലാവരോടും എൻ്റെ സ്നേഹം അറിയിക്കുന്നു. പിന്നെ എല്ലാവരും സിനിമ കാണാം, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പ്രത്യേകിച്ച് ഇന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വലിയൊരു കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. വലിയ സന്തോഷമുണ്ട് ഇങ്ങനൊരു ചടങ്ങിന് വരാൻ സാധിച്ചത്. ഇന്നലെയും ഒരു ചടങ്ങുണ്ടായിരുന്നു. അത് ഇവർ രണ്ടുപേരും ഈ വിഷ്ണുവും വിപിനും ഒരുമിച്ച് നടന്നിരുന്ന ആൾക്കാരാണ്. ഇപ്പം ഇവരെ കൂടുതലും രണ്ട് സ്ഥലത്തായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കണേ. പക്ഷെ ഇവരെന്ത് ചെയ്താലും നമുക്ക് കടക്കപ്പെടുത്തില്ല എന്ന് പറഞ്ഞ അവരത്രയും പ്രിയപ്പെട്ടവരാണ് നമുക്ക്. അറിയാലോ, ഇപ്പോൾ ബിപിനാണെങ്കിലും നമുക്ക് വലിയ സന്തോഷമുണ്ട് ബിപിൻ അത് പറഞ്ഞതിൽ. അതെന്ന് വെച്ചാൽ നീ പറഞ്ഞ മറ്റേ സംഭവം കേട്ടോ, അതിൽ നേരത്തെ നീ ഇവിടെ സിമ്പിളായിട്ട് നിൽക്കുകയായിരുന്നു. പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ചെവി പറഞ്ഞത്. പക്ഷെ ഇപ്പോ കൂടുതലൊന്നും പറയണ്ടെന്നല്ലേ പറയുന്നത്, എല്ലാവരും വിഷ്വല് കാണുന്നുണ്ടെന്നാണല്ലോ പറയുന്നത്. അപ്പോ വിഷ്ണുവും വിപിനും, വിഷ്ണു ആണെങ്കിലും നമ്മൾ നിർമ്മിച്ച കട്ടപ്പനയിൽ ഹൃതിക് റോഷൻ എന്ന സിനിമയിലൂടെയാണ് നായകസ്ഥാനത്തേക്ക് വന്നത്. അതുപോലെ വിപിനും, ഇവർ രണ്ടും ശരിക്കും പറഞ്ഞാൽ ഗംഭീര എഴുത്തുകാരായി മാറേണ്ട രണ്ടുപേരായിരുന്നു. പക്ഷേ അവർ വേറെ രീതിക്ക് തിരിഞ്ഞ് നടക്കുകയാണ്. വീണ്ടും അവർ വരും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. എന്ന് വെച്ചാൽ ഈ ചെയ്യുന്ന കാര്യങ്ങൾ മോശമാണ് എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അവർക്ക് ആ മെടുക്കുണ്ട്, ആ ടാലൻറ്റ് കളയരുത് എന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞത്. അതുപോലെ തന്നെ ഇതിൻ്റെ മിനി സ്റ്റുഡിയോ ഞാനിതുപോലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങളുടെ ബന്ധമുള്ളതാണ്. കോവിഡിനൊക്കെ മുമ്പ് തന്നെ മിനി സ്റ്റുഡിയോ വിനോദും ഞാനും ശരിക്കൊരു സിനിമ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പാട്, അങ്ങനെ രണ്ടുമൂന്ന് സബ്ജക്റ്റുകളായി. പക്ഷേ പിന്നീട് നിങ്ങൾ ആ സിനിമകൾ വേറെ രീതിയിൽ കാണുകയുണ്ടായി. അത് നമ്മൾ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിനോദും അതുപോലെ ജെയിൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളുടെ സഹോദരങ്ങൾ തന്നെയാണ്. അതുപോലെ കൂടെ വർക്ക് ചെയ്യുന്ന ഷിബുവൊക്കെ ആണെങ്കിലും നമുക്ക് അടുത്ത ബന്ധമുള്ള ആളുകളാണ്. പിന്നെ ബാബുഭായി പറഞ്ഞ പോലെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം തുടങ്ങി കാണുന്ന ആളാണ് നമ്മുടെ പ്രിയപ്പെട്ട ബാബുരാജ്. ഞാൻ വിദ്യാരാജ് പഠിക്കുമ്പോൾ അന്നൊക്കെ നമ്മളൊക്കെ ബെല്ലിങ്ങനെ ഇരിക്കുക, ഒരു ജിമ്മിലൊക്കെ പോയിട്ട് ഭയങ്കര ഇതിൽ വരിക. അപ്പോൾ നമ്മൾ സ്കൂളിൽ അങ്ങനെ പെൺകുട്ടികളായിട്ടൊന്നും അങ്ങനെ സംസാരിക്കുകയൊന്നുമില്ല. പിന്നെ എന്നാലും നമ്മുടെ ക്ലാസ്സിലുള്ള പെൺകുട്ടികൾ നമ്മുടെ സ്വത്താണ് എന്നുള്ള മാനസികമായിട്ട് നമ്മൾ കുറച്ച് കൂട്ടുകാരൊക്കെ അങ്ങനെ വിചാരിച്ച് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ അവർ മുമ്പിലിടയിൽ ഞങ്ങൾ പുറകിലുണ്ടാവും. അപ്പോഴാണ് ഇവർ 3-4 പേര് നെഞ്ചൊക്കെ വിരിച്ചിട്ട് ഈ സ്ഥലം പടപടപ്പിക്കലും. നമ്മളിങ്ങനെ കര ഒരു സ്കെൽട്ടനായിരിക്കണം, നമുക്കിതൊന്നും പറ്റൂല.
പക്ഷെ അന്നൊന്നും ഞങ്ങൾ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല, ഞങ്ങൾ രണ്ടുപേരും വിചാരിച്ചിട്ടില്ല. അന്ന് പുള്ളിനെ കണ്ടിട്ട് പോലും ഇല്ല, ഞാൻ പുള്ളി കണ്ടിട്ടുണ്ട് ഈ മസിലുള്ളതുകൊണ്ട്. അതിനുശേഷം ഞങ്ങൾ പിന്നീട് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സിനിമയിൽ വന്നു. പിന്നീട് അദ്ദേഹം കറങ്ങി, ഞങ്ങൾ ഒരേ കോളേജിലാണ് പഠിച്ചത്, എൻ്റെ സീനിയറാണ്. പിന്നെ അതിനുശേഷം കറങ്ങി പുള്ളി അഭിനയത്തിലൂടെ വന്ന് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പല സിനിമകൾ ചെയ്തു. അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എടുത്ത് പറയേണ്ട സിനിമകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു സിനിമയാണ് മായാമോഹിനി. ഞങ്ങൾ കാമുകിമാരെയൊക്കെ അഭിനയിച്ച സിനിമയൊക്കെ. അപ്പോൾ ഇവരെല്ലാവരും അഭിനയിക്കുന്ന ഈ സിനിമ, അതുപോലെ ഇതിലെ വിസ്മയ പറഞ്ഞു അവരുടെ ആദ്യത്തെ സിനിമയാണ്. അതിൽ വിസ്മയ ഓൾ ദി ബെസ്റ്റ്, എല്ലാം ഗംഭീരമാവട്ടെ. അതുപോലെ ബിബിനും ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും, ശ്രീകാന്ത് തുടങ്ങിയ എല്ലാവരും വലിയ സന്തോഷം. ഈ സിനിമയുടെ വലിയൊരു സക്സസ് ഇപ്പോൾ കുറച്ച് സംസാരത്തിൽ നിന്ന് മനസ്സിലായത് ഈ സിനിമ കുറച്ച് 1-2 വർഷങ്ങളുടെ കണ്ടന്റിൻ്റെ ബലം എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. അത് ചില കണ്ടന്റ്സ് അങ്ങനെയാണ്, എത്ര വർഷം പഴകിയാലോ ഈ വൈനിന് അല്ല മദ്യത്തിന് വീര് കൂടുന്ന് പറയുന്ന പോലെ, ക്ലബായതുകൊണ്ടാട്ടെ എന്ന് പറയുന്ന പോലെ സബ്ജക്റ്റിന് അത്രയും ഡെപ്ത് ഉണ്ട് എന്നാണ് ഇവിടുത്തെ സംസാരത്തിൽ എനിക്ക് മനസ്സിലായത്. ICU അത് നിങ്ങളെല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ ഒന്ന് കാണാം. ഇപ്പം ഇവിടെ പറയേണ്ടായി ഒരുപാട് സിനിമകൾ നോമ്പ് കാലത്താണെങ്കിലും സക്സസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നടക്കട്ടെ. കാരണം ഈ സിനിമയും വലിയൊരു വിജയമാവട്ടെ. കാരണം ഈ സിനിമ വലിയൊരു വിജയമാവേണ്ടത് നമ്മുടെയും കൂടി ആവശ്യമാണ്. കാരണം മിനി സ്റ്റുഡിയോ നമ്മുടെ അടുത്ത സിനിമയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സിനിമയ്ക്ക് എന്തായാലും കാശ് എന്തായാലും വന്നല്ലേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. സിനിമ ഗംഭീരമാവട്ടെ, വലിയ വിജയമാവട്ടെ. ICUവിൻ്റെ ഈ ട്രെയിലർ ലോഞ്ച് അല്ലേ, ഇപ്പം എൻ്റെ പണിയാണോ അത് അല്ലേ? അങ്ങോട്ട് വരണം. സംസാരിച്ചു വന്നപ്പോൾ ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരാൾ ഇതിൻ്റെ ക്യാപ്റ്റനാണ്, ജോർജ് വർഗീസ്. എനിക്ക് തോന്നുന്നത് താന്തോന്നി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയതിന് ശേഷം മിക്ക സെറ്റിലും ജോർജ് എന്നെ കാണാൻ വരുമായിരുന്നു. ഞങ്ങൾ പിന്നെ അങ്ങനെ ഒരു കഥയും കാര്യങ്ങളൊന്നും വർക്കായില്ല. പക്ഷെ ഐ എം സോ സോറി. സംസാരിച്ച് അങ്ങനെ പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് പോയി. ജോർജ് ഓൾ ദി ബെസ്റ്റ്. നിങ്ങളുടെ പ്രയത്നം, കാരണം ജോർജ് ഒരു സിനിമ കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുകയായിരുന്നില്ല. പലപ്പോഴും പല കഥകളായിട്ട് ഒരുപാട് സിനിമ ചെയ്യാൻ, എന്ന് വെച്ചാൽ നല്ല സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പേര്, അല്ലെങ്കിൽ ഒരുപാട് പേര് ഒരാളായിട്ടാണ് എനിക്ക് ജോർജിനെ തോന്നിയിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ജോർജിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. എന്തായാലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഈ സിനിമ വലിയ ഹിറ്റായി മാറട്ടെ. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. നമസ്കാരം. താങ്ക് യു ഫോർ കമ്മിങ് ഹിയർ. ഞാനിത് എൻ്റെ ഫസ്റ്റ് പടം ഏക് ദിൻ എന്ന് പറഞ്ഞ ഷിബു ചേട്ടൻ്റെ പടമാണ്. ഫസ്റ്റ് പടം. ഇത് എൻ്റെ സെക്കൻഡ് പടം ICU. ആൻഡ് ഇതിന് ചാൻസ് തന്ന ഷിബു ചേട്ടൻ, ജയ്മ സാർ, വിനോദ് ചേട്ടൻ, എല്ലാവർക്കും നന്ദി. ആൻഡ് ഞാൻ തമിഴിൽ കുറച്ച് 5 to 6 മൂവീസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഒരു ഭരത്തിൻ്റെ ഒരു പടം, വൺസ് അപ്പോൺ എ ടൈം ഇൻ മദ്രാസ്. So this is my second Malayalam movie, and I'm very happy. Baburaj sir, everyone, all the cast and crew, and എല്ലാവരും ഈ പടം കാണണം, കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഈ സിനിമയുടെ ഫംഗ്ഷൻ എന്നെ വിളിക്കുന്നത് ജോർജ് ചേട്ടനാണ്. ഇവിടെ വന്നപ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് ജോർജ് ചേട്ടൻ തന്നെ പറഞ്ഞൊരു വാചകം കേട്ടപ്പോഴാണ്. ജോർജ് ചേട്ടനോട് അതാരൊക്കെ ചോദിക്കുകയുണ്ടായി, താന്തോന്നി പോലൊരു സിനിമ കഴിഞ്ഞതിന് ശേഷം ഇത്രയേറെ വൈകി എന്താണ് ഈ സിനിമ എന്ന് ചോദിക്കുന്ന സമയത്ത് വർഷങ്ങളുടെ ഗ്യാപ്പ് ചോദിച്ചപ്പോൾ അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, ഞാനൊരിക്കലും എന്താ പറയുക ഗ്യാപ്പ് ഉണ്ടാക്കുകയായിരുന്നില്ല, ഞാൻ നിരന്തരം സിനിമയ്ക്ക് വേണ്ടി ശ്രമിക്കുകയായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഇൻസ്പിറേഷണൽ ആയിട്ടുള്ളൊരു വാക്കാണ്. എത്രത്തോളം ഒരു മനുഷ്യൻ സിനിമയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. കാര്യം ഒരു 13 വർഷം, ഒരു ദശാബ്ദക്കാലത്തിനേറെയായി ഒരാൾ നിരന്തരമായി സിനിമയ്ക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയും അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു നിരാശയും ഇല്ലാതെ പറയുകയും ചെയ്യുന്നു. ഇപ്പം നമ്മളൊക്കെ തന്നെ 1-2 വർഷമൊക്കെ വെയിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ആൾക്കാർ ചോദിക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര നിരാശ തോന്നാറുണ്ട്. പക്ഷേ ജോർജ് ചേട്ടൻ്റെ വാക്കുകളിൽ ഒട്ടും തന്നെ നിരാശയില്ല എന്ന് കണ്ടപ്പോൾ തോന്നിയൊരു വലിയൊരു സന്തോഷം. ഞാൻ എപ്പോഴും ജോർജ് ചേട്ടനെ കാണുകയും, എനിക്ക് ജോർജ് ചേട്ടനെ അറിയോ ഇല്ലെന്ന് അറിയില്ല,
എനിക്ക് വളരെയധികം സ്നേഹവും ഇഷ്ടവുമുള്ള ഒരു വ്യക്തിയാണ്. കാരണം ഇത്രയേറെ സിനിമയ്ക്ക് വേണ്ടി ശ്രമങ്ങൾ നടത്തുന്ന, ഇത്രയേറെ സിനിമയ്ക്ക് വേണ്ടി ആത്മാർത്ഥതയോടുകൂടി പരിശ്രമം നടത്തുന്ന വളരെ ചുരുക്കം പേരെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇതിലെടുത്ത് പറയേണ്ട പേരാണ് ജോർജ് ചേട്ടൻ. അപ്പോൾ ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, സിനിമ ജോർജ് ചേട്ടന് വേണ്ടി എന്തോ ഒരു മാജിക് കരുതി വെച്ചിട്ടുണ്ട്. ആ മാജിക് ഐശ്വര്യമായി മാറണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് എൻ്റെ ഒരു പേഴ്സണൽ ആഗ്രഹം കൂടിയാണ്. കാര്യം സത്യത്തിൽ ജോർജ് ചേട്ടനെ പോലുള്ള ആളുകൾ പരാജയപ്പെട്ടാൽ ഒരുപക്ഷെ അത് മലയാള സിനിമ പരാജയപ്പെടുന്ന പോലെ ആയിപ്പോകും. അത് സംഭവിക്കാൻ പാടില്ല. ജോർജ് ചേട്ടന് എല്ലാവിധ നന്മകളും ഉണ്ടാകണം. ജോർജ് ചേട്ടൻ ഇനിയും ഒത്തിരി സിനിമകൾ ഉണ്ടാകണം. ഇനിയൊരു ക്യാമ്പിന് ഇട കൊടുക്കാതെ ഒത്തിരി സിനിമകൾ ജോർജ് ചേട്ടൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നാണ് എനിക്ക് ഈ പ്ലാനുകൾ. ഇവിടെയുള്ള എല്ലാവർക്കും ഒരുപാട് പ്രിയപ്പെട്ടവരാണ്. ഗോപരാജേട്ടനുണ്ട്, വിപിനുണ്ട്, ശ്രീകാന്തനുണ്ട്, ജെയിൻ, ഒത്തിരി പേര്, എല്ലാം പരിചിതരായ മുഖങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരു സിനിമയെ മാറണം എന്ന് ആഗ്രഹിക്കുന്നു. അതിനുള്ള എല്ലാവിധ ഭാവങ്ങളും ഉണ്ടാകട്ടെ. റംദാൻ മാസമാണെന്നുള്ള പേടി വേണ്ട. ദൈവം ഏറ്റവും കൂടുതൽ കനിഞ്ഞു നൽകുന്ന മാസമാണ്. ആ മാസം ജോർജിന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല മാസമായി മാറട്ടെ. താങ്ക് യു. നമസ്കാരം. അരുൺ പറഞ്ഞതുപോലെ സിനിമയ്ക്ക് വേണ്ടിയുള്ള പ്രയത്നം ഒരിക്കലും നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നമ്മുടെ സിനിമ ഒരിക്കലും കൈവിടില്ല എന്നുള്ള വിശ്വാസമാണ്. ഞാനും ഒരുപാട് ഗ്യാപ്പുകളൊക്കെ വരാറുണ്ട്, പക്ഷേ നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സിനിമയ്ക്ക് വേണ്ടി. ജോർജിൻ്റെ ഈ ശ്രമത്തിന് ICUയിലൂടെ ഒരു ഉത്തരം നൽകട്ടെ എന്ന് ആശംസിക്കുകയാണ്. പിന്നെ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് പറയുന്നത് സന്തോഷിനെയാണ് എപ്പോഴും ഒരു സിനിമ ആലോചിക്കുമ്പോൾ പോലും നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് സന്തോഷമായിട്ടാണ്. സന്തോഷിന്റെ മുഖഭാവം കാണുമ്പോൾ അറിയാം ഈ കഥ വർക്കാവില്ല എന്നുള്ളത്. അപ്പോൾ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ICU പോലുള്ളൊരു സിനിമ, സന്തോഷ് എഴുതിയ സിനിമ. അത് മനോഹരമായിരിക്കും എന്ന് തന്നെയാണ് വിശ്വാസം. ആ വിശ്വാസം നമുക്ക് തീർച്ചയായിട്ടും അത് ഉറപ്പുണ്ട്, അത് ഫലിക്കുമെന്നുള്ള കാര്യത്തിൽ. പിന്നെ റംസാൻ ആയതുകൊണ്ട് പേടിക്കേണ്ട കാര്യം, ഞാൻ നോമ്പുമായിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ഞാനും ഇപ്പോഴും സിനിമ ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന ഒരു കാര്യമൊന്നുമല്ല. ഞാൻ നിരന്തരമായിട്ട് സിനിമ കാണുന്ന ആളാണ്. അപ്പോൾ സിനിമ റംസാൻ ആയതുകൊണ്ട് സിനിമ കാണില്ല എന്നൊന്നും ആരും വിചാരിക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും നല്ല സിനിമകൾ ഓടിയ ചരിത്രമുണ്ട് റംസാന്. തീർച്ചയായിട്ടും ICU അത്തരത്തിൽ നാളെ ഇതുപോലെ ഒരു വേദിയിൽ ഇരുന്ന് പറയുമ്പോൾ റംസാൻ ഓടിയ സിനിമയുടെ ലിസ്റ്റിൽ ICU ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ അടിപൊളിയായിട്ടുണ്ട്. ബിംചേട്ടൻ്റെ അത് ഫൈറ്റ് പരിപാടികളൊക്കെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലേ? അവരാജൻ്റെ ജോർജേട്ടാ അടിപൊളിയായിരിക്കും. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാം. ഇത്ര താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ദിലീപേട്ട, എന്തായാലും ഇങ്ങനൊരു ഫംഗ്ഷന് ജോർജാണ് എന്നെ വിളിച്ചത്. ഒരുപാട് ഈ പറഞ്ഞ പോലെ സിനിമ ആഗ്രഹിച്ച് സിനിമയിലേക്ക് വന്നപ്പോൾ എനിക്ക് ആദ്യമായി കിട്ടിയ ഒരു സുഹൃത്താണ് ജോർജ്. അന്നോട്ട് അദ്ദേഹത്തിൻ്റെ കഥകളും അദ്ദേഹത്തിൻ്റെ ചിന്തകളൊക്കെ പറയാറുണ്ട്. ഞാനും അദ്ദേഹത്തോട് നമുക്ക് ഇപ്പോൾ എത്രയും പെട്ടെന്ന് പടം ചെയ്യണം, എനിക്കൊരു അവസരം തരണം എന്നൊക്കെ ഇപ്പോഴും ഞാനും പറയാറുണ്ട്. പിന്നെ ലൈഫിൽ ആദ്യമായിട്ട് ഗുമസ്തൻ എന്ന് പറയുന്ന ഒരു സിനിമ ലീഡ് ക്യാരക്ടർ ചെയ്യാൻ കിട്ടിയപ്പോൾ അപ്പോൾ എനിക്ക് പ്രൊഡ്യൂസറുടെ ഭാഗത്തു നിന്നും എല്ലായിടത്തും വന്ന് ഞാൻ തന്നെ പറഞ്ഞു, എൻ്റെ മുഖം മാത്രം വെച്ച് നടന്ന ഒരു സിനിമ നടക്കില്ല, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ ആദ്യമായിട്ട് ബിബിനോടാണ് പറഞ്ഞത്. ബിബിൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ ഒപ്പമുള്ള എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ബിബിൻ. സബ്ജക്റ്റ് പോലും കേൾക്കാതെ അന്ന് ചേട്ടാ എന്തായാലും ഞാൻ ചേട്ടന് വേണ്ടി അത് ചെയ്യുമെന്ന് പറഞ്ഞ ആളാണ് ബിബിൻ ജോർജ്. അപ്പോൾ അങ്ങനെ ലൈഫിൽ ഒരുപാട് വേണ്ടപ്പെട്ട ഒരുപാട് പേര് ചേർന്ന് ചെയ്യുന്നൊരു സിനിമ ഇത് വലിയ വിജയമാവട്ടെ. ഈ റംദാൻ കാലത്തിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം ഈ പടത്തിനുണ്ടാവട്ടെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ഈവനിങ് എവരിബഡി. 1995 ഞാൻ ദിലീപേട്ടനെ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്. അത് ആലുവ UC കോളേജിൽ ഞങ്ങളുടെ ആർട്സ് ക്ലബ് ഇനാഗ്രേഷൻ ദിലീപേട്ടനാണെന്ന് ചെയ്തതാണ്. അന്ന് ദിലീപേട്ടനെ അടുത്തേക്കൊന്നും എത്താൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ പ്രീ ഡിഗ്രിയാണ്. ചേട്ടന്മാരെല്ലാം ഫ്രണ്ടിൽ നിന്നാലും നമുക്ക് അടുത്തൊന്നും ദിലീപേട്ടനെ കാണാൻ പറ്റില്ല. ദൂരെ നിന്നാണ് ദിലീപേട്ടനെ കണ്ടത്. അത് കഴിഞ്ഞിട്ട് 96 സല്ലാപം വരുന്നത്. സല്ലാപം റിലീസായി. അന്ന് മുതൽ ഇന്ന് വരെ ദിലീപേട്ടൻ്റെ എല്ലാ സിനിമകളും അതേ ദിവസം കാണുന്ന ഒരു ഫാൻ ബോയാണ്. അപ്പോൾ ഈ ദിലീപേട്ടൻ്റെ സിനിമ റിലീസാവുന്ന അന്ന് കണ്ടില്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു പ്രശ്നം, എന്തോ ഒരു മിസ്സിംഗ് ഒക്കെ തോന്നും. ഇപ്പോൾ മേ ബി ഡ്രഗ്സ് അടിക്കുന്നവർക്ക് അത് കിട്ടിയില്ലെങ്കിൽ പറഞ്ഞാൽ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ നമുക്ക് തോന്നും. അപ്പോൾ ഒരു പ്രാവശ്യം എൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞു, നീ ഭയങ്കര ദിലീപ് ഫാനാണല്ലേ. അന്നാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഞാൻ ദിലീപേട്ട ഒരു ഡൈ ഹാർഡ് ഫാൻ ആണെന്നുള്ളത്. അന്ന് മുതൽ ഇന്ന് വരെ അതാണ്. അപ്പോൾ ആ ദിലീപേട്ടനെ ഇത്ര അടുത്ത് കാണാനും കുറച്ച് നാളുകളായിട്ട് സംസാരിക്കാനും ഈ ഒരു ഫംഗ്ഷന് ദിലീപേട്ടൻ വരിക എന്നൊക്കെ പറഞ്ഞാൽ
ദൈവം തന്ന വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ അതിനെ കാണുന്നു. ദിലീപേട്ടൻ്റെ അടുത്ത് ഇപ്പോൾ ഈ സിനിമയുടെ ഈ ട്രെയിലറിൻ്റെ ലോഞ്ചിന് വേണ്ടിയിട്ട് ദിലീപേട്ടൻ്റെ വീട്ടിൽ വന്ന്, അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ദിലീപേട്ടൻ ചോദിച്ചു എന്നാ ഇത്, ഞാൻ പറഞ്ഞു ഇങ്ങനെ ദിലീപേട്ടൻ പറഞ്ഞ ദിവസം. അപ്പം നിങ്ങൾക്ക് എന്നാ ഓക്കെ എന്ന് പറഞ്ഞു, ഏത് ദിവസമാണ് പറ്റുന്നതെന്ന് പറഞ്ഞു. ഞാനൊരു ഡേറ്റ് പറഞ്ഞു, ദിലീപേട്ടൻ പറഞ്ഞു അത് ഓക്കെ, ദിലീപേട്ടൻ എവിടെയാണ് വെക്കേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ചോ. അപ്പോൾ അത് പറഞ്ഞ് ദിലീപേട്ടൻ ഓഡിറ്ററെ കാണാൻ എന്തോ ഇറങ്ങിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ദിലീപേട്ടൻ അവിടുന്ന് ജസ്റ്റ് ദിലീപേട്ടൻ്റെ വീട്ടിൽ നിന്നാണല്ലോ ആലുവ ശിവക്ഷേത്രം, അവിടെ വന്നിട്ട് ദിലീപേട്ടൻ ചെരുപ്പം കൂരി തൊഴുതു. അപ്പോൾ ആ സമയം മുതൽ എനിക്ക് വല്ലാത്തൊരു പോസിറ്റീവ് എനർജി തന്ന ഒരു സംഭവമായിരുന്നു അത്. കാരണം അപ്പോൾ മുതൽ ഇപ്പോൾ വരെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആലോചിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നടക്കുകയായിരുന്നു. കാരണം ഇതിൻ്റെ ഒരു ലോഞ്ച് അല്ലെങ്കിൽ റിലീസ് പ്ലാൻ ചെയ്യുന്നത് ദിലീപേട്ടൻ്റെ അടുത്ത് ഫസ്റ്റ് ചെന്നിട്ടാണ്. അവിടെ നിന്നാണ് ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ ആദ്യം ഫസ്റ്റ് ഈ ഒരു ഇതിൻ്റെ ഒരു പ്ലാനിന് വേണ്ടിയിട്ട് ദിലീപേട്ടൻ പറഞ്ഞ അവിടെ നിന്നാണ് ഞങ്ങൾ പിന്നെ ബാക്കിലേക്ക് ഇനി എന്തൊക്കെ പരിപാടികൾ ചെയ്യാമെന്നുള്ളത് ആക്ച്വലി പ്ലാൻ ചെയ്തു. മമ്മൂക്കയുടെ അടുത്ത് പറഞ്ഞു, മമ്മൂക്ക പറഞ്ഞു ഓക്കെ, സോങ് ലോഞ്ച് ചെയ്യണ കാര്യം പറഞ്ഞപ്പോൾ മമ്മൂക്ക പറഞ്ഞു ഓക്കെ അത് ലോഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ പൃഥ്വിരാജ് സാറിൻ്റെ അടുത്ത് പറഞ്ഞു, അതും അദ്ദേഹം അപ്പം തന്നെ ഓക്കെ പറഞ്ഞു. അങ്ങനെ അന്ന് മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ വളരെ സന്തോഷമായിട്ട് ആണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അതിന് ഞാൻ ദിലീപേട്ടനോട് ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ മീഡിയ സുഹൃത്തുക്കളും, ഈ പറയുന്ന ഇന്ന് വേറെ ഒരു പ്രോഗ്രാം ഉണ്ടെന്നുള്ളത് അറിയാം. അപ്പോൾ ഇതിനു വേണ്ടി വന്നിരുന്ന എല്ലാ മീഡിയ ആളുകളോടും കഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സിനിമയുടെ ക്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെൻഷൻ വെച്ചിട്ട് ചെയ്തൊന്നുമല്ല, ഭയങ്കര സന്തോഷമായിട്ട് ഭയങ്കര എൻജോയ് ചെയ്ത ഒരു സിനിമയാണ്. കാരണം സിനിമ നമ്മൾ കാണുമ്പോൾ കിട്ടുന്ന അതേ സന്തോഷത്തിൽ തന്നെയാണ് സിനിമ അല്ലെങ്കിൽ ഒരു സിനിമയുടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും. ഇപ്പൊ വിനോദേണ്ണൊക്കെയാണ് അതിന് നമുക്ക് എല്ലാ ഡയറക്ഷനും എല്ലാ കാര്യങ്ങളും എന്ത് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും A to Z വിനോദേണ്ണ അറിയാം. അപ്പൊ അങ്ങനെ ഒരു ഹെൽപ്പിലും സന്തോഷത്തിലുമാണ് ഇത് ചെയ്യുന്നത്. ഇതിൽ ആക്ടേഴ്സ് ആണെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ഒരു അനിയനായിട്ട് കണ്ട് മുരളിച്ചേട്ടൻ എത്താൻ സാധിച്ചില്ല. മുരളിച്ചേട്ടനാണെങ്കിലും ബാബുരാജേട്ടനാണെങ്കിലും, നിങ്ങൾ വിചാരിക്കും ബാബുരാജേട്ടൻ ഭയങ്കര ടെററാണ്. ബാബുരാജേട്ടൻ ഒരു ഭയങ്കര ഒരു കുഞ്ഞു മനസ്സിന്റെ ആളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്ത് കാര്യം പറഞ്ഞാലും ഓക്കെ അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ എന്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ബാബുരാജേട്ടൻ. ഇതിലുള്ള ശ്രീകാന്തേട്ടനാണെങ്കിൽ എല്ലാ ആഴ്ചയും ചോദിക്കും, ജയനെ എന്നാ നമ്മുടെ സിനിമ റിലീസ്, എന്നാ നമ്മുടെ സിനിമ റിലീസ്. അങ്ങനെ നമ്മളൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ട് ഇന്നലെ നവാസ് ബ്രോ എന്നെ സെൻസർ കഴിഞ്ഞിട്ട് നമ്മൾ 3 മണിക്കാണ് വന്നിരുന്നത്, രാത്രി 3 മണിക്ക്. അപ്പൊ രാവിലെ എന്നെ വിളിച്ചു, ഞാൻ വരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ നാളെയാണെന്നുള്ളത്. അപ്പൊ ഇല്ല ഞാൻ അത് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്ന ഞാൻ വിളിച്ചെന്ന് പറഞ്ഞു രാവിലെ. അപ്പോൾ എല്ലാവരും ഇതിന് നമ്മളെ ഒരു അനിയനായിട്ട് കണ്ടും, അതുപോലെ തന്നെ ഷിബുചേട്ടനൊക്കെ എല്ലാ സപ്പോർട്ടും എന്ത് കാര്യം പറഞ്ഞാലും ആ ചെയ്യും അങ്ങനെ ചെയ്യാം. അവരൊക്കെ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. അവരെല്ലാം ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമുക്ക്, ഞാനൊക്കെ സിനിമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗറുവാണ്. അപ്പോൾ ഇത്രയും വലിയ വലിയ ആളുകളുടെ സപ്പോർട്ട് വെച്ചിട്ടാണ് ഇന്ന് ലിസ്റ്റിൻ ബ്രോ എത്താൻ പറ്റിയില്ല. പിന്നെ നമ്മളിപ്പോൾ അസോസിയേഷനിൽ ഇപ്പോൾ ഞാനൊക്കെ ഈ സിനിമയുടെ കാര്യങ്ങൾക്ക് നോർമലി പേപ്പർ വർക്കോ അങ്ങനെയുള്ള നോർമൽ റൂട്ടീൻസ് ഒന്നും മീറ്റ് ചെയ്യുന്ന ആളല്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഇത് അതൊന്നും എന്തെങ്കിലും പേപ്പേഴ്സുകളൊന്നും നോർമലി ഇന്റൻഷനൽ അല്ല, അത് ഇങ്ങനെ നമ്മുടെ സ്വതവേയുള്ള ഒരു മടി കാരണം കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ അസോസിയേഷനിൽ ചെന്ന് ചേംബറിൽ സെക്രട്ടറി അനിൽ തോമസ് അനിലേണ്ണാണ്. അപ്പൊ അനിലേണ്ണോട് പറഞ്ഞിട്ടില്ല നിങ്ങളിതൊന്നും ചെയ്യില്ല, ചേട്ടാ അതിങ്ങനെ നമുക്ക് പറ്റില്ല. അപ്പൊ അതിന് എല്ലാത്തിനും സൊല്യൂഷൻ തരുന്ന അസോസിയേഷന്റെ ഭാഗത്തു നിന്നാണെങ്കിലും മലയാള സിനിമ സാധാരണ ആളുകൾ പറയുന്ന പോലെയല്ല, അതിൽ മുകളിലിരിക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ എന്തിനും ഒരു സൊല്യൂഷൻ തരുന്ന ആളുകളാണ് അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് എന്നെ പോലുള്ള ഒരാളുകൾക്കോ അല്ലെങ്കിൽ സാധാരണ ആളുകളോ ചെന്ന് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരു സൊല്യൂഷൻ തരുന്ന ആളുകളാണ് അവിടെ ഇരിക്കുന്നത്. അതുപോലെ ഇന്ന് സിയാദിക്കും വരാൻ പറ്റിയില്ല. സിയാദിക്കോടൊക്കെ നമ്മൾ എന്ത് ആവശ്യമുണ്ടെങ്കിലും അപ്പൊ ഫോൺ ചെയ്യും. അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതായിരിക്കും, ഇന്നെന്താ പുതിയ പ്രശ്നം? അപ്പൊ അല്ലേട്ടാ ഇങ്ങനെ ഒന്നും അല്ല, അതെനിക്കറിയാലോ. അങ്ങനെ പറഞ്ഞ് എല്ലാ കാര്യത്തിനും ഒരു സപ്പോർട്ട് തരുന്ന ഒത്തിരി സീരിയസ് ആയിട്ടുള്ള ആളുകൾ നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സിനിമകൾ മലയാളത്തിൽ ഇത്ര എല്ലാവരും പറയാറുണ്ട്. മലയാളത്തിൽ ഇപ്പൊ ഈ OTT ചാനൽസ് ചോദിക്കും എന്താണ് ഈ മലയാളത്തിൽ 200 സിനിമ 250 സിനിമ 300 സിനിമയൊക്കെ വരുന്നതെന്ന്. അതിന് നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഒത്തിരി സീനിയേഴ്സ് നമ്മുടെ മുന്നേ നടന്ന ആളുകൾ ഒത്തിരി പേരുള്ളതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഇതിൽ അല്ലാതെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മളെ അനിയനായി കണ്ട പോലെ തന്നെ ബിബിനാണെങ്കിലും വിസ്മയാണെങ്കിലും എന്ത് കാര്യം ചോദിച്ചു കഴിഞ്ഞാലും ആ ചേട്ടാ അങ്ങനെ ചെയ്യാം ഇങ്ങനെയാണ് കേട്ടോ എന്നാ അങ്ങനെ ചെയ്യാം. അങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഈ സിനിമയിലുള്ള എല്ലാ ക്രൂ മെമ്പേഴ്സും നമുക്ക് ഇപ്പൊ ലോകനാഥൻ സാറ് നമ്മുടെ ക്യാമറ സാറിന് എത്താൻ പറ്റിയില്ല, ലിജോയ്ക്ക് എത്താൻ പറ്റിയില്ല എഡിറ്റർ, അങ്ങനെയുള്ള എല്ലാവരുടെയും ഒത്തിരി സപ്പോർട്ട് കൊണ്ട് ഭയങ്കര
എളുപ്പത്തിൽ സന്തോഷത്തോടു കൂടി ചെയ്ത ഒരു സിനിമയായിരുന്നു ഇത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ സിനിമ കുറച്ച് മുമ്പ് റിലീസ് ചെയ്യുന്നതിൽ നമുക്കൊരു കൺഫ്യൂഷൻ വന്നിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ എപ്പോഴും ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് പോകുന്ന, ഇപ്പോൾ ഒരു സീൻ കാണിച്ച് പിന്നെ ഇതിന് മുമ്പുള്ളതായിരിക്കും കാണിക്കുന്നത്. ഇത് നോർമലി ആളുകൾ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ബെസ്റ്റ് ടൈമാണെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം ആളുകൾ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് സിനിമാസിന് ഭയങ്കര യൂസ് ടു ആയി. ഇപ്പം എക്കോ ആയാലും അങ്ങനെയുള്ള സിനിമകളിൽ ഈ നമ്മൾ പറയാതെ പറയുന്ന കാര്യങ്ങൾ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലായി തുടങ്ങി. അത് കാരണം ഇതിപ്പോൾ ഒരു റൈറ്റ് ടൈമാണെന്നുള്ളതാണ് നമുക്ക് തോന്നിയത്. അതുപോലെ ബാക്കി പറഞ്ഞ പോലെ തന്നെ ഈ ഇങ്ങനെയുള്ള സിനിമകൾ ഇപ്പം നമ്മളൊരു കഥ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുമല്ലോ ഈ സിനിമ തീർച്ചയായിട്ടും സംഭവിക്കേണ്ട സിനിമയാണ്. അല്ലെങ്കിൽ നമ്മുടെ പറയാറുണ്ട് ഈ നിനക്ക് സിനിമ എടുക്കാൻ ഭ്രാന്താണോ അല്ലെങ്കിൽ കിർക്കാണോ എന്നൊക്കെ ചോദിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. സിനിമയിലുള്ള എല്ലാ ആളുകൾക്കും എന്തെങ്കിലും ചെറിയൊരു, കാരണം അവർ സ്വപ്നങ്ങൾ കാണുന്നവരും അല്ലെങ്കിൽ നോർമൽ ആളുകൾ തിങ്ക് ചെയ്യുന്നതിന് കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ നമുക്ക് ചില കഥകൾ കേൾക്കുമ്പോൾ ഓക്കെ ഇതിങ്ങനെ ഒരു സിനിമ ആവണം, അല്ലെങ്കിൽ ചരിത്രത്തിൽ അങ്ങനെ ഒരു സിനിമ ഉണ്ടായിരിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മളെല്ലാം ഇതിന്റെ പുറകെ നടക്കുന്നത്. ഇപ്പൊ വിനോദാണെങ്കിലും തമിഴും മലയാളവും ഒക്കെ ആയിട്ട് പല സിനിമകളും നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട്, ഇപ്പൊ ഒരു പ്രാവശ്യം വിനോദം പറഞ്ഞിട്ടുണ്ട്, കാല സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ മുംബൈയില് ഫുൾ ട്രാഫിക്കിൽ ഒരു സിനിമയും അവിടെ അങ്ങനെ ഷൂട്ട് ചെയ്തില്ല. ട്രാഫിക് ബ്ലോക്ക് ചെയ്ത് 2 സൈഡിൽ നിന്നും ബ്ലോക്ക് ചെയ്തിട്ട് രജനീകാന്ത് വരുന്ന ഒരു സീൻ ഉണ്ട് അതിൻ്റെ അത്. അപ്പൊ അത് എൻ്റെ മുംബൈ സ്റ്റക്കായെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള റിസ്ക് എടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഓരോ സിനിമകൾ സംഭവിക്കുന്നത്. അപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് ഈ സിനിമ എല്ലാവർക്കും നല്ലൊരു അനുഭവമായിരിക്കും തന്നെ നമ്മൾ ഉറച്ച് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഹൃദയംഗമായ നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു. അത്രയും പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യപ്പെട്ട സംഗതി താങ്ക് യു. എന്താണ് സംസാരിക്കില്ല, മറ്റേ ഇപ്പം മുരളിച്ചേട്ടൻ റീസെന്റ് പറഞ്ഞ സിനിമ സംസാരിക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള നാമത്തെ. സോ എനിക്കോ പേര് മെൻഷൻ ചെയ്ത ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തരും ഇൻക്ലൂഡഡ് എനിക്ക് ഓരോ വാക്കും സിൻസിയർ ആയിരുന്നു. താങ്ക് യു. എല്ലാവർക്കും ദിലീപേട്ടൻ മിനി സ്റ്റുഡിയോ ആയിട്ടുള്ള ബന്ധം പറഞ്ഞു. ഈ സിനിമയും ദിലീപേട്ടൻ തമ്മിലൊരു ബന്ധം കിടക്കുന്നത് ശരിക്കും ദിലീപേട്ടൻ കാരണം സംഭവിച്ചൊരു സിനിമയാണ്. ദിലീപേട്ടൻ്റെ ഒരു സിനിമയുടെ ഗ്യാപ്പിൽ സംഭവിച്ചൊരു സിനിമയാണിത്. ആ സമയത്ത് വന്ന ക്രൂ ചേട്ടൻ അവരാണ് എൻ്റർ ദ ഡ്രാഗൺ എന്നുള്ളൊരു പടം കൊണ്ടുവന്ന് അവിടെ നിന്നുമാണ് ഈ പടത്തിൻ്റെ ജനനം സംഭവിക്കുന്നത്. അത് ഇതേ വേദിയിൽ ചീഫ് ഗസ്റ്റായിട്ട് ദിലീപേട്ടനെ തന്നെ ഞങ്ങൾക്ക് കിട്ടി. താങ്ക് ടു ഗോഡ്. ഈച്ച് ആൻഡ് എവരി വൺ ഓരോരുത്തർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഇവിടെ ഇപ്പം നിങ്ങളെ കണ്ട ട്രെയിലർ ലോഞ്ച് ആണല്ലോ നമ്മുടെ പരിപാടി. ഈ ട്രെയിലർ ലോഞ്ചിൽ എനിക്ക് ഭയങ്കര ഇമ്പാക്ട്ഫുള്ളായി തോന്നിയ ഒരാളാണ് ജോസ് ഫ്രാങ്ക്ലിൻ മ്യൂസിക്. അദ്ദേഹം ചെയ്ത മലയാള സിനിമ, ആ സിനിമയുടെ ഡയറക്ടർക്ക് സ്റ്റേറ്റ് അവാർഡാണ്. ആ സിനിമയുടെ ഡയറക്ടറുടെ പടമാണ് അടുത്തത് ദിലീപേട്ടൻ പെൻഡിങ് കിടക്കുന്ന പറക്കുമ്പപ്പൻ. ആ സിനിമ അന്ന് സ്പെഷ്യൽ ഷോ ദിലീപേട്ടന് വേണ്ടി വെച്ചിട്ടുണ്ട്. അന്ന് ദിലീപേട്ടൻ ചോദിച്ച മ്യൂസിക് ഡയറക്ടറാണ് ഇത് ആരാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ വീണ്ടും ഭയങ്കര കാര്യമാണ്. ഓഫ് കോഴ്സ് ജോർജേട്ടനെ ഞാനും കൂടി മീറ്റ് ചെയ്യുന്നത് വേറെ ഏതൊക്കെയോ കഥകൾ, കുറേ സിനിമകൾ സംസാരിച്ച് അതിൽ നിന്നും ഇത് എത്തിപ്പെടുകയാണ്. ഇത് കൊണ്ടുവന്ന് സംഭവിപ്പിച്ച ആളാണ് ശ്രീ ഷിബുജി സുശീലൻ. പ്ലീസ് എനിക്ക് വേണ്ടിയിട്ട് ഒരു സെക്കൻഡ്. സിനിമ അറിയാത്ത ഒരാൾ വന്ന് സിനിമാ കഥ പറയുമ്പോൾ അത് സംഭവിക്കില്ല എന്ന് 100% ഉറപ്പുള്ള ഒരാൾ എനിക്കൊരു കട്ട് ഓഫ് ഡേറ്റ് തരുന്നു. ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ സ്ക്രിപ്റ്റ് എഴുതി തന്നാൽ മാത്രം ഇത് ചെയ്യാമെന്ന്, അതർവൈസ് ഈ സിനിമയില്ല എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ചെയ്യിച്ച ഒരാളാണ്. താങ്ക് യു. അത് ഈ ഫാമിലിയുടെ ഭാഗമായതുകൊണ്ടാണ് നിങ്ങളെ സപ്പോർട്ട് വിളിക്കുന്നത്. നിങ്ങൾ ഇതിൻ്റെ ഭാഗമാണെങ്കിൽ ഈ സിനിമ ഇതിൻ്റെ ഒപ്പം നിന്ന് ഒരു ആളെയും കൂടി ഞാൻ വിളിക്കുന്ന സംഗതി പ്ലീസ് സജി സുമാർ സഹിച്ചേട്ടാ ഒന്ന്. എവിടെ വെച്ച് വേണമെങ്കിലും സ്റ്റക്കായി പോകാവുന്ന ഒരു പടത്തിന് ഇടയ്ക്കിടയ്ക്ക് ഇത് സംഭവിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് നിർത്തിയ ഒരാളാണ്. കേട്ടോ, നിങ്ങളും കൂടി വരികയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു ക്രൂവിന് ഐസുവിൻ്റെ പ്ലീസ് എല്ലാവരും ബാബാക്ക അന്ന് ആ സമയത്ത് വോയിസ് ഓഫ് സത്യാവതിൻ്റെ ഇടയിൽ നിന്നാണ് നമുക്ക് വേണ്ടിയിട്ട് ഇത് വന്ന് ചെയ്തു തരുന്നത്. അവിടെയുണ്ട് ദിലീപേട്ടൻ്റെ പ്രസൻസ്. അതിലൂടെ അതിൽ കറിയാ പ്ലീസ്. നിങ്ങളെ വിളിക്കാൻ വേണ്ടി കാത്തു നിൽക്കരുത്. നിങ്ങൾ ഓരോരുത്തരും ഈ സിനിമയുടെ ഭാഗമാണ്.
എൻ്റെ ക്രൂ ലിയോ 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 കയറിയോ? രമേശ്, ഞങ്ങളൊരു സെൽഫി ദിലീപേട്ടൻ്റെ കൂടെ നിന്നിട്ട് ഈ എൻ്റെ ക്രൂ ഒരു സെൽഫി എടുക്കാൻ പ്ലീസ്. ഇത് അടുപ്പിച്ചു